സമത്വവും സാഹോദര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ പൊന്നോണ നാളിന്റെ ഓർമ്മകൾ ഉണർത്തി ഹൈക്കോടതിയിലെ ബഹുമാനപ്പെട്ട ന്യായാധിപന്മാരും മറ്റ് ജീവനക്കാരും ഒത്തുചേർന്ന് പൊന്നോണം കൊണ്ടാടുകയായി. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ശുഭസായാഹ്നം പോലെ ശുഭസായാഹ്നം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കുമ്പിൽ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീക്കണമായി ഞാൻ. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീക്കണമായി ഞാൻ. കവിയുടെ ഗാനരസാമൃതലഹരിയിലൊരു നവകനക കിരീടമിതണിയുമ്പോൾ ഇന്നിതാ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി.
പരിപാടി. അവതരിപ്പിക്കുന്നത് ജോൺസൺ. മാവേലിയെ സംബന്ധിച്ച ഒരു ചെറിയ വിഷയം ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ആരെവിടെ? നമ്മുടെ പ്രജകളെ നമ്മൾക്കൊന്ന് കാണണം. എന്താ കേരളത്തിൽ ആരുമില്ലേ എന്ന്? പ്രഭു രക്ഷിക്കണം, പ്രഭു രക്ഷിക്കണം. എന്താ ഈ പിഞ്ചു ബാലിക ഇങ്ങനെ കരയുന്നത്? ആരുമില്ലേ ഇവിടെ? എന്താ നിങ്ങളുടെ വിഷയം? എന്നോട് പറഞ്ഞോളൂ. പ്രഭു ഞാൻ മിഥുന കേസിൽ പെൺകുട്ടിയാണ്. എനിക്ക് ജീവിക്കാൻ വയ്യ. പൊന്നു തമ്മിലാണ്, എനിക്കിവിടെ ജീവിക്കാൻ വയ്യ. നിങ്ങൾ വനിതാ കമ്മീഷനിൽ പരാതി കൊടുത്തില്ലേ? വനിതാ കമ്മീഷനിൽ പരാതി കൊടുത്താണ് എനിക്ക് ആകെ ശവമായിരിക്കുന്നു. കേസെടുത്ത് വരുമ്പോഴേക്കും എന്റെ ജീവിതം തൊലയും. പ്രഭു എന്നെ രക്ഷിക്കണം. ശരി, ഞാൻ വനിതാ കമ്മീഷനോട് പറയാം. അതാ ആരാ? വരൂ. എന്താ നിങ്ങളുടെ സങ്കടം? കേൾക്കട്ടെ. പ്രഭു അങ്ങകലെ കേരള ഹൈക്കോടതിയിലെ ഓണാഘോഷം നടക്കുകയാണ്. എനിക്ക് പോകാൻ പറ്റിയില്ല. എന്താ കാരണം? പ്രഭു ഇന്ന് ബസ് സമരമാണ്. ബസ് കിട്ടാത്തതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. എന്നെ രക്ഷിക്കണം പ്രഭു. KSRTC അവിടെ ഓടുന്നില്ലേ? KSRTC ആകെ 3 ഉള്ളൂ. അതിൽ പോകാൻ ഒരു നിവൃത്തിയില്ല പ്രഭു. ശരി, നിങ്ങളുടെ വിഷയം ഞാൻ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് സമർപ്പിക്കാം. അയ്യോ ആരാ? ഞാൻ മാവേലിയ. നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തല്ലേ? എന്താ ഇത്? അയ്യോ ഒത്തിരി പേരുണ്ടല്ലോ ഇത്. എന്താ? ഞാൻ മാവേലി. ഞാൻ കേരളം കാണാൻ വന്നാണ്. ദയവായി എന്നെ വെറുതെ വിടൂ. എന്നെ വെറുതെ വിടൂ. പ്രഭു ഞങ്ങളീ കൊച്ചി രാജ്യത്തിലെ ഗുണ്ടകളാ. പ്രഭുവിനെ ഞങ്ങൾ തട്ടും. ഞങ്ങളൊരു കൊട്ടേഷൻ എടുത്ത് വന്നിരിക്കുക മാവേലിയെ തട്ടാൻ. അയ്യോ എന്നെ വിടൂ. ഞാനൊരു പാർട്ടിയിലേക്ക് അറിഞ്ഞു പോയി.